Bima Building Contractors, Anjal, Agastikoda. Contact 94472 89218 37847. മീറ്റ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യയുടെ ഏരൂർ വിളക്കുപാറ ഫാക്ടറിയിൽ അഴിമതിയും സ്വജനപക്ഷപാതവും നടക്കുന്നതായുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ബിജെപിയുടെ ആഭിമുഖ്യത്തിൽ ഫാക്ടറിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഇവിടെ നടന്ന വിവിധ തസ്തികകളിലേക്കുള്ള നിയമനങ്ങളിലെ അഴിമതി, പിൻവാതിൽ നിയമനങ്ങൾ എന്നിവ സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടാണ് സമരം. തൊഴിലന്വേഷകർക്കായി നടത്തിയ ടെസ്റ്റിൽ യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളെ നിയമിക്കാൻ മാനേജ്മെന്റ് തയ്യാറാവാത്തതിനെതിരെയും പ്രതിഷേധം ശക്തമായി വരുന്നുണ്ട്. വിളക്കുപാറ ജംഗ്ഷനിൽ നിന്നും പ്രകടനമായിട്ടാണ് പ്രവർത്തകർ ഫാക്ടറി പടിക്കലേക്ക് മാർച്ച് നടത്തിയത്. ഫാക്ടറി പടിക്കൽ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ മണ്ഡല സെക്രട്ടറി ആർ അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ബിജെപി ജില്ലാ സെക്രട്ടറി ആലഞ്ചേരി ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. നമ്മുടെ നാടോടിക്കാറ്റിലെ മോഹൻലാലും ദാസനും കൂടെ കടന്നുകൊണ്ടൊരു ഒരു കടന്ന് സ്വപ്നം കാണുമായിരുന്നു. നമുക്ക് പശുവിനെ മേടിക്കുന്നു, അത് കറക്കുന്നു, കൊടുക്കുന്നു, വിൽക്കുന്നു, പശുവിനെ കൂട്ടുന്നു. അതേപോലെയാണ് ഈ നാട്ടിലെ ജനങ്ങളൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള വിശ്വസിച്ചു മേറ്റ് പ്രോഡക്റ്റ് വരും. നേരത്തെ നമ്മുടെ സുമേണ്ണൻ പറഞ്ഞ പോലെ ഇതൊരു ഭയങ്കര സംഭവമായിട്ട് മാറും, നമ്മളെല്ലാവരും രക്ഷപ്പെടും എന്ന് പറഞ്ഞ് കളിപ്പിച്ച ഇടതുപക്ഷമാണ് ഈ നാട്ടിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടത്. പക്ഷെ ഇന്ന് ഭരിക്കുന്നത് ആരാണ്? ഇന്ന് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സതീശൻ ഇവിടെ ഭരണം നടത്തുമ്പോൾ ഇത്തരത്തിൽ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഗുണകരമാകുന്ന ഈ മീറ്റ് ദ പ്രോഡക്റ്റിനെ ഇല്ലായ്മ ചെയ്യാൻ, പ്രത്യേകിച്ച് അഴിമതിയുണ്ട്. എടുത്താൽ അഴിമതി, ഏതെടുത്താലും അഴിമതി, എന്ത് ചെയ്തിട്ടും അഴിമതി. ഇതാണ് കോൺഗ്രസ്, അതാണ് ഇടതുപക്ഷം. ഇത് തന്നെയാണ് ഇവിടുത്തെ ശാപവും. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലേക്കുള്ള ഒരു സമരങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങള് സാധാരണ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ അറിയണ്ടേ? അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയാണെന്ന് അറിയണ്ടേ? ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? ഇവിടുത്തെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള വരുന്നവർക്ക് അവർക്കൊരു ആഗ്രഹം കൊടുക്കണ്ടേ? അവർക്ക് ജോലി കിട്ടുമെന്നൊരു തോന്നലുണ്ടാവണ്ടേ? 6 വർഷത്തെ പുറത്തായി ഈ 20 കോടി രൂപ മുടക്കിയിട്ട് എന്ത് സാധിച്ചു? അപ്പൊ ഇത്രയും നിരുത്തരവാദപരമായിട്ട് പെരുമാറുന്ന ഈ മീറ്റ് ദ പ്രോഡക്റ്റ് തുറന്നു പ്രവർത്തിപ്പിക്കണം. ഇല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അതിനു വേണ്ടിയിട്ടുള്ള നിയമ നടപടികളും സമരങ്ങളും സംഘടിപ്പിക്കപ്പെടും. ഇവിടെ ഞാൻ അറിഞ്ഞത് അന്ന് CPIയുടെ കയ്യിലായി മൃഗസംരക്ഷണ വകുപ്പിരുന്നത് അഡ്വക്കേറ്റ് കെ രാജ് സാറാണ് വന്ന് ഇതൊക്കെ വന്ന് സംഭവമായിട്ടൊക്കെ പോയി എല്ലാവർക്കും ഞാൻ നോക്കിയപ്പോ ഇവിടെ നടക്കുക. CPIയുടെ ഒക്കെ ആൾക്കാരും ഒക്കെ ആൾക്കാരെ പിടിക്കുക, വാ മോനെ വാ, ഏവിലോട്ട് കടന്നു വരൂ, ഞങ്ങൾ ജോലി തരാം എന്ന് പറഞ്ഞ CPIക്കാർ ഇവിടെ ഉണ്ട്. ആ CPIക്കാർ ഉള്ളിടത്താണ് ഇപ്പൊ കയ്യിന്ന് ഭരണം പോയി. പക്ഷെ മുൻ MLA നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ തുറക്കൂന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് ആരധികാരം കൊടുത്ത്? അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആണെന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് പറയാനുള്ള അധികാരമില്ല. അത് പറയേണ്ടത് ഇവിടെ ഇപ്പോൾ ഭരിക്കുന്ന CPIയുടെ MLAയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ ബിന്ദു കൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരാണ് ഇതിവിടെ പറയേണ്ടത്. അപ്പോൾ ഞാനിത് സൂചിപ്പിച്ചത് ഇത്തരത്തിൽ ഈ അഴിമതി നിറഞ്ഞ, അനീതി നിറഞ്ഞ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊഞ്ഞണം കുത്തി കാണിക്കുന്ന, ഇവിടുത്തെ വിദ്യാർത്ഥികളെ അവഗണിക്കുന്ന, അവരുടെ പ്രതീക്ഷകളെ തകർക്കുന്ന ഈ പറയുന്ന മീറ്റ് ദ പ്രോഡക്റ്റ് അവർക്കൊരു ഗുണമുണ്ടാകാൻ, അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ ഈ മീറ്റ് ദ പ്രോഡക്റ്റിൽ നടക്കുന്ന അഴിമതിയും അന്വേഷിക്കണം. ഇത് വളരെ വൃത്തിയായിട്ട് നടന്നു പോട്ടെ, അത് വൃത്തിയായിട്ട് നടന്നു പോട്ടെ. സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഉമേഷ് ബാബു, BJP സംസ്ഥാന കൗൺസിൽ അംഗം സുമൻ ശ്രീനിവാസൻ, മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി, ജില്ലാ സെക്രട്ടറി ശ്രീജ ഉദയൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി വൈക്കൽ വിജയൻ, മഹിളാ മോർച്ച ജില്ലാ സെക്രട്ടറി ചന്ദ്രലേഖ, SC മോർച്ച ജില്ലാ സെക്രട്ടറി പ്രശാന്തൻ, മണ്ഡല സെക്രട്ടറി സുജാത എന്നിവർ പങ്കെടുത്തു. തുടർന്ന് നേതാക്കൾ കമ്പനി മാനേജർ അച്യുതനെ നേരിട്ട് കണ്ട നിവേദനം നൽകി. എന്നാൽ ഫാക്ടറിയിൽ നിയമവിരുദ്ധമായതൊന്നും നടന്നിട്ടില്ലെന്നും കരാറ് നൽകിയ കമ്പനി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച മൂലം ഏതാനും മാസം ഫാക്ടറിയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടതാണെന്നും അത് പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഫാക്ടറിയുടെ പ്രവർത്തനം ഏതാനും ദിവസങ്ങൾക്കകം പുനരാരംഭിക്കുന്നതാണെന്നും മാനേജർ അറിയിച്ചു. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ
സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം. കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു. കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡിസൈൻ, റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847.